നമ്മുടെ എതിരെയും ചെയ്യുന്നത് ജനപ്രതിയുമായി നമ്മുടെ കൂട്ടായ്മയെ ശ്രമം ചെയ്യുകയാണ്. സ്വന്തമായ വന്നപ്പോഴും ഏറ്റവും കൂടെ അനുഗ്രഹമാകും. അതുപോലെ പടിമല ഇടവകയിൽ വന്ന് എല്ലാവരും കൃത്യമായി കാര്യപ്പള്ളി ഇടവകയിൽ സ്വാഗതിച്ചാണ് ആളുകൾക്കാരെ ബുദ്ധിമുട്ടായി ഞാൻ അറിയുന്നവരാണ്. അതുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനാ സഹായം എല്ലാവരെയും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരെയും ഇവരെ കൃത്യമായി ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരെ വളരെ ഒത്തിരി പേര് കടപ്പെട്ടിട്ടുണ്ട്. ഇവരായിരിക്കുന്ന അവസ്ഥ സാധ്യതയായ പ്രത്യസ്തവും കാര്യം കണ്ടുപരിക്കുന്ന പരിശ്രമങ്ങളുടെ ബാധിച്ച കുടുംബത്തിലുണ്ടെങ്കിലും ധന്യമാകും. അതുകൊണ്ട് നമുക്ക് ഇവരെ ആത്മാർത്ഥമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നത്തെ പ്രാർത്ഥന നല്ലൊരു പാരമ്പര്യമാണ്. ഇവിടെ ഇപ്പോൾ മുഴുവൻ പണിയുള്ളതുകൊണ്ട് ഇവിടെ ഇറങ്ങണമെന്ന് എല്ലാവരും മനഃപൂർവ്വം ഇവരെ ജീവിതത്തിലേക്ക് കടത്തിവിടുന്ന ഉദാശിയെ ശ്രദ്ധിക്കുവാനായിട്ട് അതിന് എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ആവശ്യമാണ്. ആത്മാർത്ഥമായ പ്രാർത്ഥന അത് അനുഗ്രഹമായി മാറും.
മനസ്സും മറ്റൊരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥിതനാം താരാകും നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഹൃദയത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേച്ചിട്ട് ചുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം
നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുൾ ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും വിധിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി അങ്ങ് ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനമനുസരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് നേടാൻ ഭാര്യമാർക്ക് കഴിയും. അത് അവർ നിങ്ങളുടെ ആദരപൂർവ്വം നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ്. ബാഹ്യമോണികളായ പിന്നിയ മുടിയോ അണിയുന്ന സ്വർണ്ണാഭരണങ്ങളോ ധരിക്കുന്ന വിശേഷ വസ്ത്രങ്ങളോ അല്ല. നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധി അമൂല്യമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന മനുഷ്യരെ വ്യക്തമാണെന്ന് ആന്തരിക വ്യക്തമാണ്. ദൈവത്തിൽ പ്രത്യാശിച്ചിരിക്കുന്ന വിശിഷ്ട സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്രഹത്തെ നാഥായി ലഭിച്ചുകൊണ്ട് സാറ അനുസരിച്ചിരുന്നത് നന്മ ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഒരു ഭീഷണിയും കാര്യമാക്കേണ്ടതില്ല. ഇങ്ങനെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ അവരോടൊത്ത് ജീവിക്കും. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിൽ ജീവദായകമായ പദ്ധതി തുല്യ അവകാശിയാവുന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കും. ഇത് നിങ്ങളുടെ പ്രാകൃതി തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്.
സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുകയും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളറുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുകൊള്ളു. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. മിശിഹായില് ഏറെ പ്രിയമുള്ള സോബി രണ്ടുപേരുടെയും മാതാപിതാക്കളും മിത്രാദികളും ഇവിടുത്തെ ഇടവകജനങ്ങളും എല്ലാവരും നമുക്കെല്ലാവർക്കും ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ എല്ലാം പ്രിയങ്കരായ സോബിനും സോനും വിവാഹമെന്ന ഉദാശ സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ കുടുംബം, ഒരു പുതിയ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിവാഹ കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം ഉണ്ടായിരിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു വിവാഹ ഉദാശ നമ്മൾ പലർക്കും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വിവാഹമെന്ന ഉദാശ സ്വീകരിച്ചവരും അല്ലെങ്കിൽ അവരുടെ ജീവിത അന്തസ് തെരഞ്ഞെടുത്തവരുമായ എല്ലാവർക്കും അന്ന് ചെയ്ത ആ പ്രതിജ്ഞയുടെ അന്ന് ആ ജീവിതത്തിലേക്ക് അന്തസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ അവരെ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളുടെ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ന്. അതുപോലെ തന്നെ ഈ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കും അതിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നവരും അവർ തിരഞ്ഞെടുക്കുന്ന ആ ജീവിതാന്തസ്സിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിനും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള ഒരു അവസരം കൂടിയാണ് ഇന്ന് ഈ വിവാഹ ഉദാശയം പങ്കെടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ലഭിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവരും ഇത് ഒരു അമ്മ എല്ലാവരും സ്ഥിരീകരിക്കുന്ന ഒരു കാരണമാണ്. അപ്പം ഈ വിവാഹത്തിൽ ഇന്ന് ഈ ഉദാശം സ്വീകരിക്കുന്ന ഒരു വിജീവന നടത്തിലൂടെ പങ്കെടുക്കുകയാണ്. അവർ ഇത് ഒരു വിശുദ്ധരായിരിക്കുന്ന ഒരു ഉദാശത്തിലാണ് ഇതിന്റെ വിവാഹം എന്ന് പറയുന്നത്. ഈ ഒരു വിശദീകരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അവർ ഒന്നു ചെയ്യുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും
തന്റെ ജീവിത പങ്കാളിയെ വിശദീകരിക്കാൻ, വിശുദ്ധനാക്കാൻ അല്ലെങ്കിൽ വിശുദ്ധിയാക്കാനുള്ള ഒരു കടന്നുകൂടിയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഭാര്യ അവരുടെ ജീവിതത്തിലൂടെ ഭർത്താവിനെ നീതീകരിക്കുന്നത്, അതുപോലെ തന്നെ ഭർത്താവ് അവരുടെ ജീവിതത്തിലൂടെ ഭാര്യയെ നീതീകരിക്കുന്നു. അപ്പോൾ ഈ സ്നേഹത്തിന് അവർക്ക് മാതൃകയായി അവലംബിക്കുന്നത് നമ്മുടെ ക്രിസ്തുവിൻ സഭയോടുള്ള സ്നേഹമാണ്. നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നമ്മുടെ നൽകുകയായിട്ടുള്ളത്. ഒരു ഉദാഹരണമാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മുഴുവനായിട്ട് നമുക്കെല്ലാവർക്കും ഈ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്നലെ വൈകുന്നേരം വീട്ടിൽ പ്രാർത്ഥന നടത്തിയപ്പോൾ അത് കഴിഞ്ഞ് തോന്നുന്നത് എനിക്കൊരു കുരിശ് വേണം, ഒരു കുരിശ് കൂടെ വേണമെന്ന് തോന്നി. കാരണം നല്ല ഒരുപാട് കുരിശ് അതുപോലെ പെരുക്കുടുമ്പോഴുണ്ട്. അതുപോലെ നാളെ മുതൽ നാളെ മുതൽ നമ്മളെല്ലാം വിചാരിക്കും സ്വാമി പറയാൻ പോലെ വിവാഹം സ്വീകരിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ചായിരിക്കും സ്വാമി പറഞ്ഞത്. അങ്ങനെ നമ്മൾ കൂടുതൽ ആൾക്കാർ ചിന്തിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു സ്വാമി വിവാഹം കൂലാശയെ വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ടാണ്, കാരണം അവൻ കുരിശ് വേണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കുരിശ് വേണ്ടത്? കാരണം കുരിശിലാണ് രക്ഷ. അപ്പൊ കുരിശുണ്ടെങ്കിൽ അവന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ, അവന് സ്വർഗ്ഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ വിവാഹം എന്ന പൂജ സ്വീകരിച്ചുകൊണ്ട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം ഒരു കുരിശായിട്ട് സഹിക്കാൻ വേണ്ടി പോവുകയല്ല, പക്ഷെ വിവാഹം എന്ന കൂടാശയിലൂടെ സോനുവിനെ സ്വീകരിച്ചുകൊണ്ട് സോനുവിനെ ഒരു കുരിശായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇന്ന് ഈ വിവാഹ കൂടാശ നമ്മളെല്ലാം ഓർമ്മിക്കുന്നതാണ്. നമ്മൾ നമ്മുടെ പങ്കാളികളെ ഒരു കുരിശായിട്ട് കാണും. പക്ഷെ കുരിശെന്ന് പറയുമ്പോൾ വളരെ ഭാരമേറിയതും കഷ്ടപ്പാടുകൾ ഇരിക്കുന്ന ഒരു കുരിശായിട്ട്. അപ്പൊ ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മൾ ഈ ഇതോടൊപ്പം തന്നെ രണ്ട് കുടുംബവും ആ കുടുംബത്തോട് ഒന്നിച്ചുള്ള ആൾക്കാരും കൂടി ഒന്നിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ വിവാഹം കഴിച്ച കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്നവരും രണ്ടുപേരും ഓർമ്മയുടെ ഒരു കാര്യം, ഞാൻ വിവാഹം കഴിച്ച ഉടനെ ഈ കുടുംബത്തിൽ നിന്ന് വേർപെട്ട് ഞാൻ എന്റേതായ ഒരു കുടുംബം മറ്റുള്ളവരുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് അകന്ന് ജീവിക്കണമെന്നല്ല, മറിച്ച് ആ കുടുംബത്തോട് ചേർന്ന് ആ കുടുംബത്തിന്റെ മൂല്യങ്ങളും ആ കുടുംബത്തിന്റെ പാരമ്പര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ദൈവത്തോടും കൂടെ ചേർന്ന് ജീവിക്കാനുള്ള ഒരു അതുകൂടെ ഇന്ന് വന്ന കൂതാശ സ്വീകരിച്ച് ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സൗകര്യവും ഓർമ്മേണ്ടതാണ്. ഇനി നിങ്ങൾ രണ്ടുപേരും ഓരോ കൂതാശയും ഓരോ കുടുംബത്തിരിക്കുമ്പോഴും നിങ്ങളുടെ കുടുംബത്തിന്റെ വലിയ ഒരു കുടുംബം, വലിയ ഒരു സമൂഹത്തിലെ ഒരു ഭാഗം കൂടിയാണെന്നുള്ള കാര്യം മറന്നുപോകുക. നിങ്ങളെ മാത്രമായിട്ട് ജീവിക്കുന്നത്. ഇന്ന് നിങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ പോലും നിങ്ങളോട് കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളോട് കൂടെ ഒപ്പം സഞ്ചരിക്കുന്നവരാണ് ഓർമ്മിക്കുന്നത്. ഇവരെ ഇന്ന് എടുക്കുന്ന ആ പ്രതിജ്ഞ അനുസരിച്ച് ജീവിക്കുന്നതിനുമുള്ള ഒരു അനുഗ്രഹം ദൈവം നൽകുന്നതിന് വേണ്ടി അവരെ നമ്മളെ കൊണ്ടാവുന്ന തരത്തിലുള്ള എല്ലാ സഹായങ്ങളും അവരെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നല്ല, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ സമൂഹത്തിന്റെയും മൂല്യങ്ങളും പാരമ്പര്യങ്ങളും മനസ്സിലാക്കി ജീവിക്കാനും അതനുസരിച്ച് അവരെ നേർവഴി നടത്താനുമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി. വീട്ടിലേക്ക് വരുന്ന വഴി ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എന്താണ് ഇങ്ങനെ പറയുന്നത്, ഇതിനെ കുറിച്ച് പറയുമ്പോൾ എന്തായിരിക്കും ഞാൻ പറയുന്നത്. അപ്പൊ ഞാനും ഇങ്ങനെ ആലോചിക്കുമ്പോൾ എപ്പോഴായിരിക്കും മാതാപിതാക്കളൊക്കെ തുറന്നു കിടക്കുകയും നമുക്ക് ചുറ്റുമുള്ളവർക്കും അയൽവക്കക്കാരൊക്കെ അറിയാനും ആരാണ് വരുന്നത്, ആരാണ് പോകും, എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് ആരും അറിയുന്നില്ല, ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ പോലും അറിയുന്നില്ല. അതുകൊണ്ട് എനിക്കായിരിക്കാം ഒരുപക്ഷെ ഒരുപാട് ന്യൂസ്കൾ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ മക്കളെയും നമുക്ക് ഇഷ്ടമുള്ളവരെയും ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ബാധ്യത കൂടിയാണ്. ഇന്ന് ഈ വിവാഹ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന സോമിനെ ഇതെല്ലാം ഓർമ്മിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ പങ്കുചേരുന്ന നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബാധ്യതകളെയും നമ്മുടെ ഇത്തരം റെസ്പോൺസിബിലിറ്റി ഒരിക്കൽ കൂടി ഓർക്കണം. അതോടൊപ്പം തന്നെ ഇവരെ രണ്ടുപേരെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നതും നമ്മുടെ സഭ ആഗ്രഹിക്കുന്നതും നമ്മുടെ കുടുംബങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലും അവർ വളർന്നു വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും വളരെ പ്രത്യേകമായിട്ട് സോനുവിനെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യും. മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി
വിശ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കാൻ ദൈവവചനമാവുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന നിശ്ചയായി നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കാരാകാൻ വിവാഹബന്ധത്തിന്റെ അഭേദത്തെ പറ്റി പഠിപ്പിച്ച നിശ്ചയായി പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച നിശ്ചയായി നിത്യ സഹായത്തിൽ ആശ്രയിച്ച് ദിവ്യ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥനാ ദിനത്തിനായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാനവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കൂദാശയെ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പ്രതികരണം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. എല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടുകൂടെ മൗനമായി പ്രാർത്ഥിക്കുകയാണ്. ആരെയും മനുഷ്യനും ജീവിതസഖ്യം നൽകിയ ദൈവമേ, അങ്ങയുടെ അംഗപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാൽ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ വിവാഹം സമൃദ്ധമായി ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ആഗ്നസിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ആഗ്നസ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ.
ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതരായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരൻ, നിങ്ങൾ ആത്മാവിന്റെ ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ.
ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃത്യതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. തിരുനിലവും തിരുനീ തിരുവോ
തിരുനാഥൻ തിരുജീവനേ മധുകരമായി മധുകരിയ പകരുന്ന സ്നേഹം 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 സ്വർഗീയ സ്നേഹം. മധുകരമായി മധുകരിയ പകരുന്ന സ്നേഹം 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 സ്വർഗീയ സ്നേഹം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഫലം നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് തണലിനെതിരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവം അഭേദ്യമായ വിരോധിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പുസ്തകത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും നായകനായ മാറിയോസെഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന ഉദാശയ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. വിശുദ്ധായുടെ വരവുകളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവരെ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാക്കട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൽ വരുത്തിയിട്ടമേ സ്വസ്തി. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ
മംഗല്യ സൗഭാഗ്യമേകാ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദി ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ ഭാവുകം നേരുന്നിതാ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാ സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും പാവനമാം സ്നേഹവേദി തങ്ങളിലൊന്നായി തീർന്നതുപോലെ തുണയായിണയായി സാക്ഷികളാകാൻ ഭാവുകം നേരുന്നിതാ ഭാവുകം നേരുന്നിതാ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പൂത്തുലഞ്ഞു നിന്നു താരകൾ കൺകോണിനുള്ളിലെ കണ്ണാടി നീട്ടവേ കാത്തു നിന്ന രാവുകൾ കണ്ടു ഞാൻ എത്ര നാൾ തേടി നിന്നുവെന്നോ നിന്നെ ഞാൻ പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പൂത്തുലഞ്ഞു നിന്നു താരകൾ സ്വപ്നങ്ങളോ മോഹരാഗങ്ങളോ അവയിലൊഴുകുമഴകി ഹൃദയ മധുര ചഷകമിതിലെ പ്രേമതരള മുരകളിളകും ഗാനരസ
മതിഭ്രമദായനി പരിമളഗാത്രേ കലബലതറിയാം പെണ്ണെ ദഫിൽ മുട്ടുന്നു പിന്നെ തോലിൽ കൊട്ടുന്നു നിന്നെ നെഞ്ചിൽ തട്ടുന്നു ഇരുവേദനത്തെ താളം തമ്മിൽ കൊള്ളാനായി പെണ്ണെ ആൺമേ കൊണ്ടോനാ മണ്ണും മിന്നും കൊണ്ടോനാ സ്വർഗത്തിങ്കലെത്തിപ്പെട്ട എത്തീമിനാടേ ഇവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും മധുരമായ നിമിഷങ്ങളെയും ഒരുപോലെ പങ്കുവയ്ക്കാനുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി നമുക്കിതിനെ കരുതാം. ഇനി ഈ മധുരമായ നിമിഷത്തിലേക്ക് നമുക്ക് കടക്കാം. As they sip from the cups, let's bless them with happiness, health and harmony. നമുക്ക് അവരെ അനുഗ്രഹിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മധുരം വെച്ചോട്ടെ. ഫംഗ്ഷൻ കേക്ക് കട്ടിംഗ് ഇവരുടെ ഈ പവിത്ര ബന്ധത്തിന് മധുരം കൂടിയ ഒരു നിമിഷം. അതിനു വേണ്ടിയിട്ട് സോബിൻ ചേട്ടന്റെയും സോനു ചേച്ചിയുടെയും വീട്ടിലെ എല്ലാവരെയും ക്ഷണിക്കുന്നു. സോൻ ചേച്ചിയുടെ ചേച്ചിമാരും സോബിൻ ചേട്ടന്റെ ചേട്ടനും ഇപ്പൊ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. I was afraid that maybe you thought you were above me, that I was only fooling myself to think you'd love me. But then tonight you said you couldn't live without me, that round about me you wanted to stay. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be.
congratulations and jubilations. I want the world to know I'm happy as can be. I want the world to know I'm happy as can be. ചെമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാര്? ചെമ്പരത്തി കമ്പ് കൊണ്ട് അമ്പു കുലയ്ക്കണതാര്? അങ്ങു തൊട്ടേ ഇങ്ങു തൊട്ടേ അക്കുത്തി കുത്തൊടുമാറാ. തൂവെളിച്ചം ചാരി വീണ് മാമല ഞാനൊന്ന് കണ്ടേ. ചെന്തമിഴിൻ തേൻ കുടഞ്ഞേ പൂങ്കുയിൽ പാടുന്ന കേട്ടേ. എന്തൊരു ചേലാണ് നെഞ്ചില് നീരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുവായി പകലിലെ വഴികളിൽ വെയിലു പോലനയുവാൻ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. ഗമപപ്പ 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 മമദത്ത സക്കിരപ്പ ഗമപപ്പ ഗമപപ്പ സപ്പ ഗമപപ്പ മമദത്ത പരമഗരി മഗരി വരിക. മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം. Thank you.
ലളിത തിടുമി വിസ്മയത്തെ കഞ്ചുക വിളകുന്ന ലാസ്യ നടനം കാണാൻ വിശ്വദിക്കുകളിത എൻ മുന്നിൽ നടയുന്നു It's a new world out there, go make it. Doesn't it matter? Reach out for the stars and fly. പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം മലത്തിൻ്റെ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാറാകും നീതോരോ മോഹം ഓരോ വർണ്ണം ആരാരോ പാടുവതാതെ നീ ഹാരാർദ്രരാഗം അറിയാമോ പിറാക്കളെ ഇങ്ങനെ ജീവിതം പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം It's a new world out there, go. ഞാൻ
അറിയാതെ പുളകം പകരാ എന്തിനോ തമ്മിലേ സംഗമം സംഗമം കാലമേ പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം മലച്ചെണ്ടിലോ